മൂന്നാം ക്ലാസ്സിലെ മക്കളുടെ നാസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാസ് ക്ലാസ് 3 എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതാണ്. പാർട്ട് 2 വീഡിയോ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ആണ്. മലയാളത്തിൽ വിശദീകരിക്കുന്നതുകൊണ്ട് മലയാളം മീഡിയം കുട്ടികൾക്കും ഉപകാരപ്രദമായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യു സീ എ ഫ്രോഗ്, യു സീ എ സ്റ്റോൺ, യു ഗോ നിയർ ദം ആൻഡ് ക്ലാപ്പ്. യു സീ എ ഫ്രോഗ്, നിങ്ങളൊരു ഫ്രോഗിനെ കണ്ടു. യു സീ എ സ്റ്റോൺ, നിങ്ങളൊരു കല്ലും കണ്ടു. യു ഗോ നിയർ ദം ആൻഡ് ക്ലാപ്പ്, നിങ്ങൾ അതിൻ്റെ അടുത്ത് പോയിട്ട് കൈയടിച്ചു. ദ ഫ്രോഗ് ജംപ്സ്, തവള തുള്ളി. സ്റ്റോൺ ഡസ് നോട്ട്, പക്ഷേ കല്ല് അനങ്ങിയില്ല. വാട്ട് ഡസ് ദിസ് ഷോ, എന്താണിത് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സ്റ്റോൺ ഈസ് എ ലിവിങ് തിങ് ആൻഡ് ദ ഫ്രോഗ് ഈസ് എ നോൺ ലിവിങ് തിങ്. സ്റ്റോൺ ഒരു ലിവിങ് തിങ് ആണ്. ലിവിങ് തിങ് എന്ന് വെച്ചാൽ ജീവനുള്ള വസ്തുവാണ്. ആൻഡ് ദ ഫ്രോഗ് ഈസ് എ നോൺ ലിവിങ് തിങ്, ഫ്രോഗ് ഒരു ജീവനില്ലാത്ത വസ്തുവുമാണ്. അത് നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഫ്രോഗ് ഒരു ജീവനുള്ള വസ്തുവാണല്ലോ. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം. സ്റ്റോൺ ഈസ് എ നോൺ ലിവിങ് തിങ് ആൻഡ് ഫ്രോഗ് ഈസ് എ ലിവിങ് തിങ്. സ്റ്റോൺ ഒരു ജീവനില്ലാത്ത വസ്തുവാണ്, ഫ്രോഗ് ഒരു ജീവനുള്ള വസ്തുവാണ്. അപ്പോൾ ഏതായിരിക്കും ശരി? ഓപ്ഷൻ ബി ആയിരിക്കും ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഫേസിംഗ് ദ സൈൻ ബോർഡ് ഗിവൺ ബിലോ, ദെൻ ഹൗ ഫാർ ഈസ് പാനിപ്പത്ത്? നിങ്ങൾ സൈൻ ബോർഡിന് അഭിമുഖമായി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പാനിപ്പത്തിലേക്ക് എത്ര ദൂരമുണ്ടാകും? ഓപ്ഷൻ എ 85 കിലോമീറ്റർ ബിഹൈൻഡ്, ഓപ്ഷൻ ബി 85 കിലോമീറ്റർ എഹെഡ്, ഓപ്ഷൻ സി 119 കിലോമീറ്റർ എഹെഡ്, ഓപ്ഷൻ ഡി 119 കിലോമീറ്റർ ബിഹൈൻഡ്. ഏതായിരിക്കും ശരി? 85 കിലോമീറ്റർ ബിഹൈൻഡ് അല്ല, പിറകോട്ടല്ല. 85 കിലോമീറ്റർ എഹെഡാണ്. ഫേസ് ചെയ്യുമ്പോൾ ആരോ മാർക്ക് മുമ്പോട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി 85 കിലോമീറ്റർ എഹെഡ്, 85 കിലോമീറ്റർ എഹെഡ്, ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. എ വെയിങ് ബാലൻസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ വെൻ വി പർച്ചേസ്. വെയിങ് ബാലൻസ് എന്ന് വെച്ചാൽ തൂക്കുന്ന ഉപകരണമുണ്ടല്ലോ. വെയിങ് ബാലൻസ് മോസ്റ്റ് സ്യൂട്ടബിൾ ആണ് ഏത് സാധനം വാങ്ങുന്ന സമയത്ത്? ഓപ്ഷൻ എ ഓണിയൻ, ഉള്ളി, ഓപ്ഷൻ ബി മിൽക്ക്, പാല്, ഓപ്ഷൻ സി കെറോസിൻ, മണ്ണെണ്ണ, ഓപ്ഷൻ ഡി പെൻസിൽ. ഏതായിരിക്കും ശരി? തൂക്കുന്ന സാധനം നമ്മൾ ഉള്ളി വാങ്ങുമ്പോഴല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഓണിയൻസ് ആണ് ശരി. മിൽക്കും കെറോസിനും ഒക്കെ വാട്ടർ രൂപത്തിലുള്ളതാണ്, വെള്ള രൂപത്തിലുള്ളതാണ്. അപ്പോൾ അത് വെയിങ് ബാലൻസ് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓണിയൻ ആണ്. ഓപ്ഷൻ എ ഓണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ പിക്ചർ. നോർത്ത് ഈസ് ഓൺ ദ ടോപ്പ്. ചിത്രം നോക്കുക. നോർത്ത് ഈസ് ഓൺ ദ ടോപ്പ്, നോർത്ത് മുകളിലാണ് ഉള്ളത് ചിത്രത്തിൽ. വിച്ച് ഡയറക്ഷൻ ഈസ് സൗത്ത്? അങ്ങനെയെങ്കിൽ ഏത് ഡയറക്ഷൻ ആയിരിക്കും സൗത്ത്? നോർത്ത് മുകളിലാണെങ്കിൽ സൗത്ത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഓപ്ഷൻ എ ടോപ്പ്, ഓപ്ഷൻ ബി ബോട്ടം, ഓപ്ഷൻ സി ലെഫ്റ്റ്, ഓപ്ഷൻ ഡി റൈറ്റ്. ഓപ്ഷൻ എ ടോപ്പ് മുകളിൽ, ഓപ്ഷൻ ബി ബോട്ടം അടിയിൽ, ഓപ്ഷൻ സി ലെഫ്റ്റ് ഇടത് ഭാഗത്ത്, ഓപ്ഷൻ ഡി റൈറ്റ് വലത് ഭാഗത്ത്. ഏതായിരിക്കും ശരി? നോർത്ത് മുകളിലാണെങ്കിൽ സൗത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ബോട്ടം ആയിരിക്കും ശരി, താഴെ. ബോട്ടം എന്ന് വെച്ചാൽ താഴെ. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് പെയർ. ഇതിൽ കറക്റ്റ് പെയർ ഏതാണ് അത് തിരഞ്ഞെടുത്ത് എഴുതുക, ടിക്ക് ചെയ്യുക. ഓപ്ഷൻ എ ബ്ലാക്ക് ബോർഡ് ഇലക്ട്രീഷ്യൻ, ബി ലെറ്റേഴ്സ് ഡോക്ടർ, സി ബസ് ഡ്രൈവർ, ഡി മെഡിസിൻ കോബ്ലർ. ഏതായിരിക്കും കറക്റ്റ് പെയർ? ശരിയായിട്ടുള്ള ജോഡി ഏതായിരിക്കും? ബ്ലാക്ക് ബോർഡ് ഇലക്ട്രീഷ്യൻ അല്ല, ലെറ്റേഴ്സ് ഡോക്ടർ അല്ല, ബസ് ഡ്രൈവർ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ബസ് ഡ്രൈവർ, ഇതാണ് ശരിയായ ഉത്തരം, കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഷുഡ് വി റിമൂവ് അവർ ഷൂസ് ബിഫോർ എൻറ്ററിങ് ദ ഹൗസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഷൂസ് അഴിക്കുന്നത്? എപ്പോഴേ? വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ ഷൂസ് അഴിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഓപ്ഷൻ എ ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ അവർ ഫാമിലി, അത് നമ്മുടെ ഫാമിലിയിലെ ഒരു കസ്റ്റമാണ്. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ബീയിങ് ഡൺ ഇൻ നെയ്ബേഴ്സ് ഹൗസ്, അത് അയൽവീട്ടിലും ചെയ്യുന്ന കാര്യമാണ്, അതുകൊണ്ട് നമ്മളും ചെയ്യുന്നു. ഓപ്ഷൻ സി ഇറ്റ് ഹെൽപ്സ് ടു കീപ്പ് എവേ ദ ഔട്ട്സൈഡ് ഡർട്ട്, ഇത് പുറമേയുള്ള ഡർട്ട് അഴുക്കിനെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി കീപ്പ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെരുപ്പ് അഴിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ശരി? ഓപ്ഷൻ സി ഇറ്റ് ഹെൽപ്സ് ടു കീപ്പ് എവേ ദ ഔട്ട്സൈഡ് ഡർട്ട്, പുറത്തേത്തെ ചളി അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂ അഴിച്ചിട്ട് ചെരുപ്പ് അഴിച്ച് അകത്തേക്ക് കയറുന്നത്. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പെയർ ഈസ് നോട്ട് കറക്റ്റ് ഫോർ ഫുഡ് ആൻഡ് ഇറ്റ്സ് സോഴ്സ്? ഏത് ജോഡിയാണ് ശരിയല്ലാത്തത്? ഫുഡും അതിൻ്റെ സോഴ്സുമാണ്. ഫുഡും അത് ഏതിൽ നിന്ന് കിട്ടുന്നത്, സോഴ്സ് ആണ് ഇവിടെ ജോഡിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ എഗ്സ് ഗോട്ട്, ബി റൈസ് പ്ലാന്റ്, സി മിൽക്ക് കൗ, ഡി ബനാന പ്ലാന്റ്. അപ്പം ഓപ്ഷൻ എ നോക്കുമ്പോൾ തന്നെ അറിയാം, എഗ്സ് മുട്ട, ഗോട്ട് ആട്, ആടിൽ നിന്നല്ലോ നമ്മൾക്ക് മുട്ട കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലായി ഓപ്ഷൻ എ ആണ് തെറ്റായ ഉത്തരം. അപ്പം ഇതിൻ്റെ ഉത്തരം, ശരിയായ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ എ. തെറ്റാണല്ലോ നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി ടൈംഡ് ആൻഡ് കെപ്റ്റ് ഇൻ അവർ ഹൗസസ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്താണെന്ന് നമ്മൾക്കറിയാമല്ലോ, വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് ആണ് ഡൊമസ്റ്റിക് ആനിമൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കണ്ടെയ്ൻ ഓൺലി ഡൊമസ്റ്റിക് ആനിമൽസ്? താഴെ തന്നതിൽ ഏത് ഗ്രൂപ്പാണ് ഡൊമസ്റ്റിക് ആനിമൽസ് മാത്രമുള്ള ഗ്രൂപ്പ്? അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ കൗ, ഡോഗ്, ക്യാറ്റ്. അപ്പോൾ എ നോക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം കൗ ഡൊമസ്റ്റിക് ആനിമലാണ്, ഡോഗ് ഡൊമസ്റ്റിക് ആനിമലാണ്, ക്യാറ്റ് ഡൊമസ്റ്റിക് ആനിമലാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ തന്നെ മനസ്സിലാക്കാം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 8 o'clock. നിങ്ങളുടെ സ്കൂൾ തുടങ്ങുന്നത് 8 മണിക്കാണ്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ക്ലോക്ക് ഷോസ് ദിസ് ടൈം? താഴെ തന്ന ക്ലോക്കുകളിൽ ഏത് ക്ലോക്കാണ് ഈ സമയം സൂചിപ്പിക്കുന്നത്? ഈ സമയം എന്ന് വെച്ചാൽ 8 മണി. 8 മണി സൂചിപ്പിക്കുന്നത് താഴെ തന്നതിൽ ഏത് ക്ലോക്കാണ്? ഏത് ക്ലോക്കായിരിക്കും? ഓപ്ഷൻ എ ഒന്നാമത്തെ ക്ലോക്കിൽ 8 മണിയാണ് ഉള്ളതല്ലേ. ചെറിയ സൂചി 8ൻ്റെ അടുത്തുണ്ട്, വലിയ സൂചി 12ൻ്റെ അടുത്തുണ്ട്. അപ്പോൾ 8 മണി ഏതാണ്? 8 o'clock. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഹൗ വിൽ യു കട്ട് ദ പേപ്പർ ബിലോ ടു ഒബ്റ്റെയിൻ ദിസ് ഷേപ്പ്? ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടി, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ പേപ്പർ ഏത് രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്യുക? എങ്ങനെ? അപ്പോൾ ഓപ്ഷൻ ബി നടുകെ മുറിച്ച് കഴിഞ്ഞാലാണ് ട്രയാങ്കിൾ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്യാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ ഓപ്പറേഷൻ ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്? താഴെ തന്നതിൽ ഏത് നമ്പർ ഓപ്പറേഷനാണ് ഇതിലെ മൊത്തം പൂക്കളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ 6 കൂട്ടണം 3, ഓപ്ഷൻ ബി 6 ഗുണിക്കണം 3, ഓപ്ഷൻ സി 6 ഇൻറ്റു 6, ഓപ്ഷൻ ഡി 6 ഹരിക്കണം 3. 6 + 3, 6 × 3, 6 × 6, 6 ഡിവൈഡഡ് ബൈ 3. ഏതായിരിക്കും ശരി ഉത്തരം? ഓരോ ചെടിച്ചട്ടിയിലും ഒരു പോട്ടിൽ 3 ഫ്ലവേഴ്സ് വീതമുണ്ട്. അപ്പോൾ 6 × 3 ആയിരിക്കും ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹൗസ് നമ്പർ ഈസ് 396? വിച്ച് ഹൗസ് നമ്പർ ഈസ് 396? അതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഏത് വീട്ടു നമ്പറാണ് 396? ഓപ്ഷൻ എ. അവിടെ 396 എന്ന് വീടിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചാർട്ട് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു വിസിറ്റഡ് ദ ലൈബ്രറി ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്. താഴെ തന്നിരിക്കുന്ന ചാർട്ട് സൂചിപ്പിക്കുന്നത് ഡിഫറെൻറ്റ് ഡേയ്സ്, വ്യത്യസ്ത ദിവസങ്ങളിൽ വരുന്ന ആൾക്കാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഹു വിസിറ്റഡ് ദ ലൈബ്രറി ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്, വ്യത്യസ്ത ദിവസങ്ങളിൽ വരുന്ന ആൾക്കാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ട്. ഓൺ വിച്ച് ഡേ ഡിഡ് മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ വിസിറ്റഡ് ലൈബ്രറി? ഏത് ദിവസമായിരിക്കും കൂടുതൽ ആൾക്കാർ ലൈബ്രറിയിൽ വന്നിട്ടുണ്ടാവുക? മൺഡേ ആണ് ശരിയായ ഉത്തരം.
അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ, മൺഡേ ആണ് കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഡിസ്ട്രിബ്യൂട്ട് 20 ടോഫീസ് ഈക്വലി ഇൻ 4 ബോക്സസ്. ഞാൻ 20 ടോഫീസ് തുല്യമായിട്ട് 4 ബോക്സസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നമ്പർ ഓഫ് ടോഫീസ് ഇൻ ഈച്ച് ബോക്സ് വിൽ ബി. ഓരോ ബോക്സിലുള്ള നമ്പർ ഓഫ് ടോഫീസ് എത്രയായിരിക്കും? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4, 5, 16, 20. 4, 5, 16, 20. എത്രയായിരിക്കും ഉത്തരം? എങ്ങനെ കണ്ടെത്താം? 20 ഡിവൈഡഡ് ബൈ 4. 20 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 5. അപ്പോൾ ശരിയായ ഉത്തരം, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ റിട്ടേൺ ഇൻ ആൻ ഇൻക്രീസിങ് ഓർഡർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രൂപ്പാണ് ഇൻക്രീസിങ് ഓർഡറിൽ, അതായത് കൂടി വരുന്ന ഓർഡറിൽ എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ 95, 97, 90. ബി 51, 50, 56. സി 65, 67, 69. ഡി 41, 48, 43. ഏതായിരിക്കും ഇൻക്രീസിങ് ഓർഡർ വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 65, 67, 69. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് rupees 671. I bought a toy for rupees 258. എൻ്റെ കയ്യിൽ 671 രൂപയുണ്ട്. I bought a toy for 258. ഞാൻ 258 രൂപയുടെ ഒരു ടോയ് വാങ്ങി. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ് വിത്ത് മീ. എൻ്റെ കയ്യിൽ എത്ര പൈസ ബാക്കിയുണ്ടാകും? ഓപ്ഷൻ എ 929. ബി 427. സി 413. ഡി 258. എങ്ങനെ കാണാം? 671 മൈനസ് 258. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 413. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ 107 ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഡാഷ്. 107 എന്നുള്ള സംഖ്യ നമ്മൾക്ക് ഏത് രീതിയിൽ എഴുതാം? ഓപ്ഷൻ എ 10 + 7. ബി 1 + 7. സി 1 + 0 + 7. ഡി 100 + 7. 107 എന്നുള്ള സംഖ്യ 100 + 7 ആണ്. അപ്പോൾ ശരിയായ ഉത്തരം, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 100 + 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്മോൾ ബോക്സസ് ഇൻ ദ ഫോളോയിങ് ഫിഗേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെറിയ പെട്ടികളുടെ എണ്ണം എത്രയാണ്? അവിടെ എഴുതിയിട്ടുണ്ട് 100 എഴുതിയിട്ടുണ്ട്, 100 എഴുതിയിട്ടുണ്ട്, 10 എഴുതിയിട്ടുണ്ട്, 1, 1, 1. അതൊക്കെ കൂട്ടി നോക്കിയാൽ മതി. 100 + 100 200 ആണ്. 200 + 10 210 ആയി. 210ൻ്റെ കൂടെ 3 ones കൂട്ടുക, അപ്പോൾ 213. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 213. ഫ്രൂട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ബോട്ട് ദ ഫോളോയിങ് ഫ്രൂട്ട്സ്. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് വാങ്ങി. ആപ്പിൾ ഫോർ 120, ഗ്രേപ്സ് ഫോർ 41, ഗുവാവ ഫോർ 8 rupees 8. ആപ്പിളിന് 120 രൂപയാണ് വില, ഗ്രേപ്സിന് മുന്തിരിക്ക് 41 രൂപയാണ് വില, ഗുവാവ പേരക്ക് 8 രൂപയാണ് വില. ഹൗ മച്ച് മണി ഡിഡ് ഐ പേ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പൈസ കൊടുക്കണം? ഓപ്ഷൻ എ 1330. ബി 751. സി 169. ഡി 538. എങ്ങനെ കാണാം? 120 + 41 + 8, അതായത് ആപ്പിളിൻ്റെ വിലയും ഗ്രേപ്സിൻ്റെ വിലയും ഗുവാവേൻ്റെ വിലയും തമ്മിൽ കൂട്ടുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ സി 169 ആണ് കിട്ടുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ഫ്ലോർ. അവിടെ ഒരു ഫ്ലോർ ആക്കിയിട്ട് കാണുന്നുണ്ട്, അതിൻ്റെ പാറ്റേൺ. അപ്പം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ടൈലാണ് ഫ്ലോറ് നിലത്ത് വിരിക്കാൻ ഉപയോഗിച്ചത്? ഏതായിരിക്കും? അതേ ഡിസൈൻ നോക്കിയാൽ മതി അല്ലേ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതേ സെയിം ഡിസൈനിൽ വരുന്ന ടൈൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ആർ 12 apples. 3 apples are eaten and 9 are left. There are 12 apples.
അവിടെ 12 ആപ്പിൾസ് ഉണ്ട്. 3 ആപ്പിൾസ് ആർ ഈറ്റൺ. 3 ആപ്പിൾസ് തിന്നു. ആൻഡ് 9 ആർ ലെഫ്റ്റ്. 9 ബാക്കി വന്നു. വിച്ച് നമ്പർ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദിസ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നമ്പർ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ 12 - 3 ഈസ് ഈക്വൽ ടു 9. ഓപ്ഷൻ ബി 12 + 3 ഈസ് ഈക്വൽ ടു 15. ഓപ്ഷൻ സി 12 - 9 ഈസ് ഈക്വൽ ടു 3. ഓപ്ഷൻ ഡി 12 + 9 ഈസ് ഈക്വൽ ടു 21. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ എ 12 നിന്ന് 3 കുറച്ചാലാണ് 9 കിട്ടുക. അതായത് 12 - 3 ഈസ് ഈക്വൽ ടു 9. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 709, 813, 599, 652, 709, 800, 13, 599, 652. ഏറ്റവും വലിയ സംഖ്യ ലാർജസ്റ്റ് നമ്പർ ഏതാണ് അതിൽ? ഓപ്ഷൻ ഡി 813 ആണല്ലോ അതിൽ വലിയ സംഖ്യ, ലാർജസ്റ്റ് നമ്പർ. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ ഹൗ വിൽ യു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐസ്ക്രീം കോൺസ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഐസ്ക്രീം കോൺസിൻ്റെ ടോട്ടൽ നമ്പർ, അതായത് ഐസ്ക്രീംസ് കണ്ടല്ലോ അതിൻ്റെ മൊത്തം എണ്ണം എങ്ങനെയാണ് കാണുക? ഒരു വരിയിൽ 4 എണ്ണം ഉണ്ട്. ഒരു വരിയിൽ 4 എണ്ണം ഉണ്ട്. അങ്ങനെയുള്ള 4 വരികളുണ്ട്. അപ്പോൾ എങ്ങനെ കാണാം? 4 × 4 അല്ലേ? 4 × 4. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി 4 × 4. നാസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും 3-ാം ക്ലാസ്സിലെ മക്കളുടെ പുതിയ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.